Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തേങ്ങയൊന്നും ചേർക്കാതെ 1-2 മിനിറ്റിനകം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട ചെറിയ പൊടിക്കൈകളും ഒക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളി മോരുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും മോരുകറിക്ക് നല്ലത്, വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം അല്ലെങ്കിൽ സാധാരണ ജീരകം, പെരുംജീരകമല്ല കേട്ടോ. അപ്പോൾ ഈ ഉലുവയും ജീരകവും കൂടെ വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് മോരുകറിക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2-3 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 5 കാന്താരി മുളക്, അതും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകായാലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചിലർ ഉള്ളി ചേർക്കാറുണ്ട്, ഞാൻ ഉള്ളി ചേർക്കാറില്ല. ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളി ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വഴന്നു വന്നാൽ മതി, കൂടുതൽ വഴന്നു വരേണ്ട കാര്യമില്ല. അതിനുശേഷം അതിനകത്തേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് എപ്പോഴും കുറച്ച് വെച്ചിട്ട് മാത്രമേ പൊടി ചേർക്കാവുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു നുള്ള് മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ കളറ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താണ്, അത് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും. അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, സാധാരണ പച്ചവെള്ളം. നിങ്ങൾ എപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ മോര് അല്ലെങ്കിൽ തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് കട്ടയെല്ലാം ഉടച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് ഒട്ടും പച്ചവെള്ളം അല്ലെങ്കിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ടേസ്റ്റ് കുറയും. അതിന് പകരം ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലെ എല്ലാം ഇഞ്ചിയെല്ലാം വഴറ്റി പൊടിയെല്ലാം ചേർത്ത് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ലൂസ് വേണ്ടതെന്നനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോര് അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ എത്ര ലൂസ് വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതെപ്പോഴും ആദ്യം വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരാതെ നല്ല കിടിലനായിട്ട് നമുക്ക് മോരുകറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മോരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് ഉപ്പ് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ചിലർക്ക് പുളിയുള്ള തൈരായിരിക്കും ഇഷ്ടം. അതല്ല എന്നുണ്ടെങ്കിൽ പുളി കുറവുള്ള മോരുകറിയാണ് താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മോര് അല്ലെങ്കിൽ തൈര് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കേ പാടുള്ളൂ, ഒട്ടും തിളക്കരുത്. മോരൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മോരിനകത്ത് പച്ചവെള്ളം ചേർത്താണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ഇത് തിളയ്ക്കാതിരിക്കുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല മോരുകറിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മാത്രം മോര് ചേർക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി നമുക്ക് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1-2 മിനിറ്റിനകം തന്നെ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയാണ്. തേങ്ങ അരയ്ക്കാത്തതിൻ്റെ ഒരു കുഴപ്പം അതിനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്